നമ്മുടെ മല്ലിയില സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് മല്ലിയിലേക്ക് ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെയുള്ളൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ മല്ലിയിലേക്ക് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് നിറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലിയില നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ പറ്റുമേ. 2 ദിവസം കൂടുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മുടെ കറിവേപ്പിലേക്ക് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ നോക്കാം. ഒത്തിരിയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ അത്രയും സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നൈസായിട്ടുള്ള കവർ എടുക്കാം കേട്ടോ. ഇതുപോലെ കട്ടി കുറഞ്ഞ കവർ വേണം എടുക്കാനായിട്ടേ. ഇപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു തരം നൈസായിട്ടുള്ള കവറുണ്ടല്ലോ, അതാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറുകൾ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പില കഴുകി തുടച്ച് എടുത്തതാണ്, അത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് എയറൊന്നുമില്ലാതെ നല്ല ടൈറ്റാക്കി എടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളുവേ. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 3 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം അതിൽ ചിലപ്പം ഈർപ്പം പിടിക്കുന്നതുകൊണ്ടേ. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ചൊക്കെ നമ്മൾ ഡെയിലി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന മെത്തേഡാണ്. അത് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്ലാസിൻ്റെ ഏറ്റവും നല്ലത് ഗ്ലാസിൻ്റെ പാത്രങ്ങളാട്ടോ, ചില്ലു പാത്രങ്ങൾ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിവേപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണേ. എല്ലാം വെച്ചതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇതും അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ, ഫ്രീസറിലല്ല താഴത്തെ തട്ടിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ. പിന്നെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ടും സൂക്ഷിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ളത് ജസ്റ്റ് തുറന്ന് എടുത്ത് നമ്മൾ അപ്പം തന്നെ ഫുള്ളായിട്ട് എടുത്ത് പുറത്ത് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഫ്രീസറിൽ നിന്ന് എടുക്കുന്നത്. നമ്മളിങ്ങനെയാണെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് പുറത്തെടുക്കുമ്പോൾ ഒരു ശകലം കളർ വ്യത്യാസം ഉണ്ടാവാറുണ്ടേ. പിന്നെ ഞാൻ ചെയ്യാറുള്ള ഒരു മെത്തേഡാണ്, ഇപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ആവശ്യമുള്ള 2 ദിവസത്തേക്കൊക്കെ ആവശ്യത്തിനുള്ളത് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് നമ്മുടെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് തണ്ടിൽ കുത്തി നമ്മുടെ അടുക്കളയിൽ തന്നെ വെക്കും കേട്ടോ. ഇത് നമ്മുടെ മൺപാത്രം ഉണ്ടല്ലോ, മൺപാത്രത്തിൽ വെച്ചാലും കുറച്ചുകൂടെ നല്ല ഇതായിട്ട് ഇരിക്കുവേ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.